ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡോ തയ്യാറാക്കേണ്ടി വരും ആദ്യം. പിന്നെ അത് സെറ്റ് ആവാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അത് കുഴയ്ക്കലും പരത്തലും അങ്ങനെ പിസ്സ റെഡിയാക്കലും. അപ്പോൾ ഇതൊന്നും വേണ്ടാതെ എത്രയും പെട്ടെന്ന് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെയാണ് നമുക്കൊരു ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പം വീഡിയോ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവാള വാടൊന്നും വേണ്ട, അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചേർക്കാം. ഒരുപാട് നേരം ഞാൻ പറഞ്ഞല്ലോ, അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതും ഇട്ടൊന്ന് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഞാനിവിടെ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, അത് ചെറുതായി അരിഞ്ഞിട്ട്, വേറെ ചിക്കൻ വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ചിക്കനാണ്. അത് നമുക്കിതിൽ കുറച്ച് നേരം ഈ പാനിലിട്ട് ചൂടാകുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനാണ്, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, അതൊന്ന് മസാലയൊക്കെ ആ ചിക്കനിലൊന്ന് പിടിക്കുന്ന ആ ഒരു സമയം. അപ്പോഴേക്കും ചിക്കൻ നമ്മൾ വളരെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ചിക്കനും വെന്ത് കിട്ടും. ഇപ്പം തന്നെ ഏകദേശം ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കറിവേപ്പില, നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി, അത് ഏത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും നമ്മുടെ സാദാ മുളക് പൊടി ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇതൊന്നും പിന്നെ ഇതിൽ കളറിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന മുളക് പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി 1 സ്പൂൺ സോയാ സോസ്, പിന്നെ 1 സ്പൂൺ ചില്ലി സോസ്. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കത്ര അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ടൊമാറ്റോ സോസ് ഞാനിതിൽ അവോയ്ഡ് ചെയ്തേക്കാണ്. അപ്പോൾ അതാ മസാലയൊക്കെ ആയി, ചിക്കനൊക്കെ ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 to 15 മിനിറ്റ്സ് മാത്രമാണ് ഞാനിത് കുക്ക് ചെയ്തേക്കുന്നത്. അപ്പം തന്നെ ചെറിയ പീസസ് ആയ കാരണം ചിക്കൻ നമുക്ക് വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിസ്സയ്ക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ലിക്വിഡ് ഫോം ഓഫ് ഡോ ആണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ഈ 2 കപ്പ് മൈദ എന്ന് പറയുന്നത് ഒരു 3 പീസോളം ഉണ്ടാക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര-മുക്കാൽ കപ്പോളം പാല്, തിളപ്പിച്ച പാലായാലും അല്ലാത്തതായാലും റോ മിൽക്കായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. പിന്നെ വേണ്ടത് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത പോലെ തന്നെ അത്രയും വേണ്ട, ഒരു അര കപ്പോളം ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് ആ ഒരു ഡോൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്.
അതും ചേർത്ത് ഒരു വിസ്ക് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് ഒരുപാട് നല്ല തിക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ഈ രൂപമാക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ദോശമാവിൻ്റെയും പിന്നെ നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെയും ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഡോവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് എത്രത്തോളമാണ് നമുക്ക് കട്ടി വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടല്ല, അതിനു വേണ്ട ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് എടുക്കാം. ഞാൻ ആദ്യം അത് വെന്തെന്ന് വിചാരിച്ച് കുറച്ച് പിസ്സ സോസ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പിസ്സ സോസ് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരുപാടൊന്നും ഞാനതിൽ ആഡ് ചെയ്യുന്നില്ല. ഏകദേശം ചെറിയ രീതിയിൽ എല്ലായിടത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മൾ മാറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയാണ്. അത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ. ചേർത്തതിന് ശേഷം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട്, ഒരു തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, ഞാനിവിടെ ഒരു ഫോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് വെച്ചിട്ട് നന്നായി ഒന്ന് ആ ഒരു ഡോവിൽക്കൊന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ആ ഡോവിൽക്കാണ്ട് ഇറങ്ങി നിന്നോളും ഈ ചിക്കൻ മസാല. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഞാൻ ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ചും കൂടി നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ്, കെച്ചപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മൊസറല്ല ചീസ് അതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് വേണമെങ്കിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒലിവ്സ്, പിന്നെ ഒരു ചില്ലി ഫ്ലേക്സ് അങ്ങനെ കുറച്ച് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും വേണ്ട. എന്തെന്ന് വെച്ചാൽ വളരെ തിക്ക് കുറവാണ് നമ്മുടെ അടിയിലത്തെ ഡോ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതാ കണ്ട, വേഗം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡോ ഇല്ലാത്ത നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള ഡോ ഉണ്ടാക്കിയ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇഫ്താറിൻ്റെ സമയത്താണിത് ഉണ്ടാക്കുന്നത്. സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വെക്കുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.